എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് ചാനലുള്ള എല്ലാവരും ഒരുപാട് എമൗണ്ട് ഏൺ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ഡിസ്കഷൻ. കാരണം കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഒരുപാട് പേരുടെ തെറ്റിദ്ധരിച്ചു വരുന്നുണ്ട് ഈ ഒരു ഫീൽഡിലേക്ക്. യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്നുള്ള ഒരു തെറ്റായ ധാരണ, അതിനെ മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറേ നാളുകൾക്ക് മുന്നേ ഇതുപോലെ ഒരു ചോദ്യം, 1000 വ്യൂസിന് എത്ര കിട്ടും എന്നുള്ളൊരു ചോദ്യം ആളുകൾ ചോദിച്ചിരുന്നു. അന്ന് ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, 1000 വ്യൂസിന് എത്ര ക്യാഷ് കിട്ടും എന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ടത്. 1000 വ്യൂസിനാണോ പൈസ കിട്ടുന്നത് അതോ പരസ്യം വരുന്നതിനാണോ പൈസ കിട്ടുന്നത് ഒന്നും അറിയത്തില്ലായിരുന്നു. അതിനെപ്പറ്റിയാണ്. പിന്നീടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് ഇങ്ങനെ റെഗുലറായി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എമൗണ്ട് കിട്ടും. ഇപ്പോൾ ഓരോ വ്യൂവിനും 1 രൂപ വെച്ച് കിട്ടുമെന്നൊക്കെയാണ് ഓരോ ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിനകത്തേക്ക് കയറുകയാണ്. എനിക്ക് അറൗണ്ട് 1,22,000 സബ്സ്ക്രൈബർ ഉണ്ട്. അപ്പോൾ ഇത്രയും സബ്സ്ക്രൈബർ ഉള്ള ഒരു യൂട്യൂബർക്ക് എത്ര രൂപയാണ് റവന്യൂ കിട്ടുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ലാസ്റ്റ് 28 ഡേയ്സ് എന്ന് പറയുന്ന സമയത്ത്, ഇത് യൂട്യൂബിന്റെ പോളിസി പ്രകാരം നമ്മളിങ്ങനെ റവന്യൂ ഒന്നും ഡിസ്ക്ലോസ് ചെയ്യരുതെന്നുള്ളതാണ്. എന്നാലും ഇത് യൂട്യൂബിനെ പറ്റി പഠിക്കാനും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർക്കും വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ്. യൂട്യൂബിൽ നിന്ന് നമുക്ക് ഒരുപാട് എമൗണ്ട് ഏൺ ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ വീഡിയോയുടെ സബ്ജക്റ്റുകൾക്കനുസരിച്ചും അതിൻ്റെ വ്യൂസിനനുസരിച്ചുമൊക്കെയാണ് നമുക്ക് അത്രയും എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ 28 ദിവസത്തിൽ, ലാസ്റ്റ് 28 ഡേയ്സിൽ എനിക്ക് വന്നിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അറൗണ്ട് $86 അപ്പോൾ ഡോളർ ടു INR അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് എത്ര രൂപയാണ് കഴിഞ്ഞ ഈ ഒരു യൂട്യൂബ് ചാനലിൽ 28 ദിവസത്തിൽ കിട്ടുന്നത്? അറൗണ്ട് $86. $86 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി 7057 രൂപയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ 7057 രൂപയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ ഇത്രയും വീഡിയോകൾ ചെയ്യുന്നതെന്ന് പലർക്കും ചിന്തിക്കാം. നമ്മൾ വീഡിയോ ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും ഓരോരോ ഉദ്ദേശങ്ങളുണ്ടാവും, ഓരോരോ പ്ലാനിങ്ങുകളുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അക്കാഡമിയിലേക്ക് കൂടുതൽ ലീഡ്സ് ജനറേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കുറച്ച് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ടൂൾസ് നമ്മളിലൂടെ സെല്ല് ചെയ്യുക, അതുവഴിയൊക്കെ ഒരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അല്ലാതെ യൂട്യൂബിൽ നിന്നൊരു റവന്യൂ മാത്രം മോഹിച്ചുകൊണ്ടല്ല. അപ്പോൾ യൂട്യൂബിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ യൂട്യൂബിലേക്ക് വരുന്നത് യൂട്യൂബിൽ നിന്നൊരു റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ടന്റിന് നല്ലൊരു വ്യൂവർഷിപ്പ് കിട്ടുന്ന കണ്ടന്റ് ആയിരിക്കണം എന്നുള്ള നിർബന്ധമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക്, അപ്പോൾ നമ്മുടെ പ്രസന്റേഷൻ, നമ്മുടെ വീഡിയോ എടുക്കുന്ന രീതി, നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റി എല്ലാം ഇതിന്റെ പ്രാധാന്യമാണ്. എന്നാൽ ഇവിടെ നിങ്ങളിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രം കാണുന്ന ടൈപ്പ് സബ്ജക്റ്റുകളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊന്നും ലക്ഷങ്ങൾ വ്യൂസ് വരാൻ ചാൻസസ് ഇല്ല. അത് എനിക്കും അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഇത് നമുക്ക് കോഴ്സസ് എൻക്വയറി വരാനോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അക്കാഡമിയിലേക്ക് പഠിക്കാൻ വരാനോ ഒക്കെ വേണ്ടിയുള്ള ആളുകൾ മാത്രം കാണുക എന്നുള്ള ഉദ്ദേശമാണ്. എന്നാൽ വ്യൂസിന് വേണ്ടി മാത്രം ഉദ്ദേശിച്ചാണ് വീഡിയോ ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെയും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന് അറൗണ്ട് 8.5 ലക്ഷം വ്യൂസ് ജനറേറ്റ് ആയിട്ടുണ്ട്. 3 വർഷം മുൻപേ അപ്ലോഡ് ചെയ്ത ഒരു സബ്ജക്റ്റാണിത്. 1000 വ്യൂസിന് എത്ര എമൗണ്ട് കിട്ടുമെന്നുള്ളത്. ഇതിന് 8.5 ലക്ഷം വ്യൂസ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ കണ്ട ആളുകൾ എൻ്റെ അക്കാഡമിയിൽ വന്ന് പഠിക്കണം എന്നില്ല, അതെൻ്റെ ആവശ്യമല്ല. പക്ഷെ നമ്മുടെ ചാനലിൻ്റെ വ്യൂവർഷിപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഫോളോവേഴ്സിനൊക്കെ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില കണ്ടന്റുകളാണിത്. അപ്പോൾ യൂട്യൂബ് ചാനലിൽ നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നമ്മളുടെ ഒരു അനാലിറ്റിക്സ് റിപ്പോർട്ടാണ്. അപ്പോൾ അനാലിറ്റിക്സ് റിപ്പോർട്ടിൽ ലാസ്റ്റ് 30 ഡേയ്സ് തന്നെ ഞാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ജൂൺ അല്ലെങ്കിൽ മെയ് മാസത്തെ, ഇതിപ്പോൾ ജൂണിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, മെയ് മാസത്തെ റവന്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഈ മെയ് മാസത്തെ റവന്യൂ മാത്രമല്ല, അതിൻ്റെ അടുത്തടുത്ത ഓരോ സമയങ്ങളിലും നമുക്ക് ചാനലിലേക്ക് വന്നിരിക്കുന്ന ടോട്ടൽ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് 38,000 33,000 ടോട്ടൽ ചാനലിലേക്ക് വന്നിരിക്കുന്ന വ്യൂവേഴ്സാണ്. ഇപ്പം 49,000 വ്യൂസ് ആണ് മെയ് മാസത്തിൽ വന്നിരിക്കുന്നത്. 49,000 വ്യൂസിന് എനിക്ക് ജനറേറ്റ് ആയിരിക്കുന്ന എല്ലാ വീഡിയോയിൽ നിന്നും കൂടെയാണ് കേട്ടോ. അതിൽ നിന്ന് എനിക്ക് ജനറേറ്റ് ആയിരിക്കുന്നത് $98 എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും എമൗണ്ട് ആണ് എനിക്ക്
49,000 വ്യൂസിൽ കിട്ടുക. അപ്പോൾ 5 ലക്ഷം വ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും, എത്ര കിട്ടാം എന്നൊക്കെയാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ 8.5 ലക്ഷം വ്യൂസ് ജനറേറ്റ് ആയ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ 8.5 ലക്ഷം വ്യൂസ് ജനറേറ്റ് ആയപ്പോൾ 3 വർഷം കൊണ്ടാണ് എനിക്കിത് ജനറേറ്റ് ആയത്. അപ്പോൾ ഇത് ജനറേറ്റ് ആയപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് $580 ആണ്. $580. അപ്പോൾ ഇത്രയും വ്യൂസ് വരുമ്പോൾ നമുക്ക് ഇത്രയും റവന്യൂ കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോകൾക്കും ഇതുപോലെ വ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇത്രയും അല്ലെങ്കിലും മേ ബി ഒരു $200-250 ഒക്കെ വെച്ച് കിട്ടാനുള്ള ചാൻസസും ഉണ്ട്. ഇല്ലയെന്ന് നമ്മൾ പറയുന്നുമില്ല. പക്ഷെ എല്ലാ വീഡിയോയും ഇതുപോലെ വൈറൽ ആവുക തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അത്രയും എമൗണ്ട് കിട്ടുകയുള്ളൂ. ഇതുകൂടാതെ ഇന്നത്തെ വീഡിയോ എനിക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇതുപോലെയുള്ള സബ്ജക്റ്റുകളെ പറ്റി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രൊമോഷൻസോ സ്പോൺസർഷിപ്പുകളോ ഒക്കെ കിട്ടാറുണ്ട്. അപ്പം എൻ്റെ വീഡിയോ എനിക്ക് ഇന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബ്ലൂഹോസ്റ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. ബ്ലൂഹോസ്റ്റ് എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ നമ്പർ 1 ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. വേർഡ്പ്രസ് ഉപയോഗിച്ച് നമ്മൾ വെബ്സൈറ്റുകളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. വേർഡ്പ്രസ് സജസ്റ്റ് ചെയ്യുന്ന നമ്പർ 1 ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ബ്ലൂഹോസ്റ്റ് എന്ന് പറയുന്നത്. ബ്ലൂഹോസ്റ്റ് ഉപയോഗിച്ച് നിങ്ങളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെബ്സൈറ്റ് സ്വന്തമായി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബ്ലൂഹോസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഡൊമൈൻ ഒന്നും സെപ്പറേറ്റ് വാങ്ങേണ്ടി വരുന്നില്ല. നിങ്ങൾക്ക് അതൊരു വർഷത്തേക്ക് അവർ ഫ്രീ നൽകുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. SSL സർട്ടിഫിക്കറ്റ് എന്നാണ് അതിന് പറയുക. അപ്പോൾ ഈ SSL സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ളൊരു പ്രൊട്ടക്ഷനാണ്. ഇത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഹാക്കിങ്ങോ മാൽവെയറോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റുകളെ വളരെ ഫാസ്റ്റായി ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്കും അവൈലബിൾ ആണ്. ഇതിന് CDN എന്നാണ് പറയുന്നത്, കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക്. എന്നാൽ നമ്മളധികം ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 24/7 സപ്പോർട്ട് ബ്ലൂഹോസ്റ്റിന്റെ ഭാഗത്തു നിന്നുണ്ട്. നമുക്കൊരു ചാറ്റ് സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു കോൾ സപ്പോർട്ടോ ബ്ലൂഹോസ്റ്റിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ ബ്ലൂഹോസ്റ്റിനെ പറ്റി നിങ്ങൾക്കൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്ലൂഹോസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ അഫിലിയേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ റവന്യൂസിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ എന്ത് റവന്യൂ ഒക്കെയാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഈ വീഡിയോ കണ്ട് മേ ബി നിങ്ങൾ ഒരു ഹോസ്റ്റിംഗ് വാങ്ങാം. നിങ്ങൾ വാങ്ങിയാലും ഇതേ എമൗണ്ട് തന്നെയാണ്. നിങ്ങൾ ഡയറക്റ്റ് ബ്ലൂഹോസ്റ്റിൽ വന്ന് നിങ്ങളൊരു ഡൊമൈനോ ഹോസ്റ്റിങ്ങോ ഒക്കെ വാങ്ങിയാലും ഇതേ എമൗണ്ട് തന്നെയാണ്. എന്നാൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു അഫിലിയേറ്റ് ലിങ്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു അഫിലിയേറ്റ് ലിങ്ക് ഉപയോഗിച്ചാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇതേ എമൗണ്ട് തന്നെ കൊടുക്കാം. പക്ഷേ എനിക്കൊരു ചെറിയ എമൗണ്ട് കമ്മീഷൻ അവരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ യൂട്യൂബിൽ നിന്നുള്ള റവന്യൂ കൂടാതെ എനിക്ക് അങ്ങനെ ഒരു റവന്യൂവും കൂടെ വേണമെങ്കിൽ ജനറേറ്റ് ചെയ്യാം. അതിന് എനിക്ക് ലക്ഷങ്ങൾ വ്യൂസ് വരണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമുക്ക് കുറച്ച് വ്യൂസിൽ നിന്നാണെങ്കിലും കുറച്ച് പേരെങ്കിലും ഇവിടെ പോയി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, എൻ്റെ ലിങ്ക് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ആവുകയും ചെയ്യും. എനിക്കൊരു അഫിലിയേറ്റ് റവന്യൂ ജനറേറ്റും ചെയ്യാം. അപ്പോൾ യൂട്യൂബിൽ നിന്ന് മാത്രം പൈസ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാതെ ഇതുപോലെയുള്ള പലതരം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മെത്തേഡുകളോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പുകളോ ഒക്കെ നിങ്ങളുടെ യൂട്യൂബ് ചാനലുകളിലേക്ക് കിട്ടാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റുകൾക്കനുസരിച്ച് ആ പ്രൊമോഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. നിങ്ങൾ എപ്പോഴും റെഗുലറായി നല്ല കണ്ടന്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. യൂട്യൂബിൽ നിന്നുള്ള വരുമാനം മാത്രം എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. യൂട്യൂബിൽ നിന്ന് നമുക്ക് കൂടുതൽ എമൗണ്ട് ഏൺ ചെയ്യാൻ സാധിക്കും. എന്നാൽ എല്ലാവർക്കും അതുപോലെ തന്നെ കിട്ടണമെന്നുമില്ല എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കണ്ടന്റിന്റെ ഒരു ഇൻ ഷോർട്ട് ഞാൻ പറയുകയാണെങ്കിൽ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ഇതുപോലെയുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പ്രത്യേകം പറയുന്നു, നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അഫിലിയേറ്റ് ലിങ്ക് ഉപയോഗിച്ച് ബ്ലൂഹോസ്റ്റിൽ നിന്ന് തന്നെ ഒരു ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യാം. വീഡിയോ ഒക്കെ എങ്ങനെയാണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ മറ്റ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് നല്ലൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും.